മാധ്യമ സുഹൃത്തുക്കൾ തന്നെ ഇത് സംബന്ധമായിട്ട് സ്വന്തം നിലയിൽ അന്വേഷണങ്ങൾ നടത്തിയിട്ടുണ്ടല്ലോ. അവർക്ക് ബോധ്യപ്പെട്ട കാര്യങ്ങൾ ആണ് അവർ റിപ്പോർട്ട് ചെയ്തത്. ഞങ്ങളായിട്ട് അതിൽ പ്രത്യേകിച്ചൊന്നും അനുഭവം കൂട്ടിച്ചേർത്തിട്ടില്ലല്ലോ. ഊഷ്മള ബന്ധത്തെക്കുറിച്ച് KM ഷാജി, ഡോക്ടർ MK മുനീർ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളിത് നേരത്തെ 2.5 കൊല്ലം മുന്നേ ചൂണ്ടിക്കാണിച്ചതാണ്. നിങ്ങളിൽ ഇപ്പോൾ നമ്മുടെ മാധ്യമ സുഹൃത്തുക്കളിൽ ഒട്ടുമിക്ക ആളുകളും ഞങ്ങളുടെ ഒന്നിലേറെ പത്രസമ്മേളനങ്ങൾക്ക് സാക്ഷികളാണ്. INL-ൽ പിളർപ്പുണ്ടായി, പ്രശ്നങ്ങളുണ്ടായി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒത്തുതീർപ്പ് നേതാക്കൾ ശ്രമിച്ചു. ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് ദീർഘമായ ശ്രമങ്ങൾ നടത്തി. 2021 സെപ്റ്റംബർ 5-ന് ഒത്തുതീർപ്പ് വ്യവസ്ഥകൾ എഴുതി തയ്യാറാക്കപ്പെട്ടു. ഒത്തുതീർപ്പായി. ഇരുപക്ഷവും മധ്യസ്ഥന്മാരുടെ മുന്നാകെ കൈകൾ കൊടുത്ത് സന്തോഷത്തോടു കൂടി പിരിഞ്ഞതാണ് എന്ന് ഇടതുപക്ഷ നേതാക്കളെ വിവരം ധരിപ്പിച്ചു. അങ്ങനെ പാർട്ടിക്കകത്തുള്ള പ്രശ്നങ്ങൾ തീർന്നു. കാരണം ഈ പാർട്ടി 2018-ലാണ് ഇടതുപക്ഷത്തിൽ ഘടകകക്ഷിയാകുന്നത്. ഘടകകക്ഷിയായപ്പോൾ അതിനു മുന്നേ തന്നെ INL ഘടകകക്ഷിയാണെങ്കിൽ മുസ്ലിം ലീഗിൽ നിന്ന് വലിയ ഒരു ഭാഗം INL-ലേക്ക് വരും എന്ന സൂചനകൾ ലീഗ് നേതാക്കന്മാർ തന്നെ പറഞ്ഞിരുന്നു. ലീഗിൻ്റെ സംസ്ഥാന കൗൺസിൽ അംഗങ്ങൾ അനവധി ആളുകൾ അക്കാലത്ത് INL നേതാക്കളുമായി ബന്ധപ്പെട്ടിരുന്നു. 2018 ഡിസംബറിലാണ്, ഡിസംബർ 26-ന് എക്സാക്ട്ലി ഘടകകക്ഷിയായി INL-നെ പ്രഖ്യാപിക്കുന്നത്. മുസ്ലിം ലീഗിൻ്റെ പല നേതാക്കളും INL-ലുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ മുസ്ലിം ലീഗിന് അത് വലിയ ആശങ്ക ഉണ്ടാക്കി. അപ്പോൾ INL-നെ പൊളിക്കണം, INL-ൻ്റെ അകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാവണം. ഒരു കുടുംബം പോലെ മാധ്യമ സുഹൃത്തുക്കൾ സാക്ഷിയാണ്. 94-ൽ രൂപീകരിക്കപ്പെട്ട സംഘടന, ഒരുപാട് പ്രതിസന്ധികളെ നേരിട്ട സംഘടന, നിലപാടുകളുടെ അടിസ്ഥാനത്തിൽ ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്ന സംഘടന, സ്ഥാനമാനങ്ങൾക്കല്ല. ഒരു തവണ പോലും ഒരധികാര സ്ഥാനത്തിന് വേണ്ടി INL വിലപേശിയിട്ടില്ല. ഒരധികാര സ്ഥാനത്തിന് വേണ്ടി, ഒരു MLA-ഷിപ്പിന് വേണ്ടി വിലപേശിയിട്ടില്ല. 94 മുതൽ 2018 വരെ നിലപാടുകളുടെ അടിസ്ഥാനത്തിൽ ഇടതുപക്ഷത്തോടൊപ്പം പ്രവർത്തിക്കുകയാണ് INL. അതിൻ്റെ പേരിൽ മറുഭാഗത്തുള്ള ആളുകൾ മുസ്ലിം ലീഗ് INL-നെ വല്ലാതെ അധിക്ഷേപിക്കണ്ടേ, കളിയാക്കണ്ടായി. INL-ന്റെ അവസ്ഥ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. ഘടകകക്ഷിയായപ്പോൾ INL വളരുന്ന ഒരു ഘട്ടം വരികയാണ്. മുസ്ലിം ലീഗിൽ നിന്ന് വലിയ ഒഴുക്ക് വരാൻ പോവുകയാണ്. ഈ സമയത്താണ് പാർട്ടിക്കകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അന്നോളം പാർട്ടിയിൽ നിന്ന് വിട്ടുനിൽക്കുകയായിരുന്ന ഒരാൾ, അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നത് സീനിയർ മാധ്യമ പ്രവർത്തകനാണ് അദ്ദേഹം പറയാറുള്ളത്. രൂപീകരണ കാലത്ത് പാർട്ടിയിൽ ഉണ്ടായിരുന്നു, പിന്നീട് വർഷങ്ങളോളം അദ്ദേഹം വിട്ടുനിൽക്കുകയാണ്. അദ്ദേഹം പാർട്ടിയിലേക്ക് വന്ന് ഘടകകക്ഷിയായപ്പോൾ മുസ്ലിം ലീഗിൻ്റെ പല ആളുകളും പാർട്ടിയിലേക്ക് വന്നു. ഞങ്ങൾക്ക് അന്നേ സംശയമുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് സാന്ദർഭികമായി പറയുകയാണ്. മഞ്ചേരി നിങ്ങൾക്ക് 95-ലെ INL രൂപീകരിക്കപ്പെട്ട 95-ലെ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ മലപ്പുറം ജില്ലയിൽ മുസ്ലിം ലീഗ് ശിഥിലമായി. മുസ്ലിം ലീഗിൻ്റെ ആധിപത്യം വെറും 18 ഗ്രാമപഞ്ചായത്തുകളിൽ ഒതുങ്ങി. ജില്ലയിൽ 5 നഗരസഭകൾ, അന്ന് 5 നഗരസഭകളാണ്, 5 നഗരസഭകളിലും മുസ്ലിം ലീഗിന് ഭരണം നഷ്ടപ്പെട്ടു. മഞ്ചേരി നഗരസഭ ഇടതുപക്ഷവും INL-ഉം ഒന്നിച്ച് ഭരിക്കുന്ന സാഹചര്യം. ആ ഒന്നിച്ചുള്ള ഭരണത്തെ അട്ടിമറിച്ച ആളുകൾ, അവർ പിന്നീട് മുസ്ലിം ലീഗിൻ്റെ നേതൃസ്ഥാനങ്ങൾ ഉണ്ടായിരുന്ന ആളുകളാണ്. അവർ INL-ലേക്ക് വന്നു. ഇദ്ദേഹം തന്നെയാണ് അവരെ സ്വീകരിച്ച് കൊണ്ടുവന്നത്. ഞങ്ങൾ അന്നേ ചൂണ്ടിക്കാണിച്ചു, അവസരം തക്കം പാർത്തിരിക്കുന്ന ആളുകളാണ്. പാർട്ടിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും, പാർട്ടിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെ പാർട്ടിക്കകത്ത് അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. ഞങ്ങൾ പറഞ്ഞു, ചില ആളുകളുടെ മുസ്ലിം ലീഗുമായുള്ള ബന്ധത്തെ ഞങ്ങൾ സംശയത്തോടു കൂടി കാണുന്നു, ഞങ്ങളിത് അംഗീകരിക്കില്ല എന്ന് പറഞ്ഞ കാരണം INL-നുമായിട്ട് കഷ്ടപ്പെട്ട ആളുകളാണ് ഈ ഭാഗത്തുള്ളത്. ഒടുവിൽ വലിയ പ്രശ്നമായി പാർട്ടി 2ആയി തീർന്നൊരു ഘട്ടത്തിൽ മധ്യസ്ഥന്മാർ ഇടപെട്ടു. മധ്യസ്ഥത ചർച്ച വിജയിച്ചു. ഇരുപക്ഷവും 5 പേർ വീതമുള്ള ഇരുപക്ഷവും കൈകൾ കോർത്തുപിടിച്ച് പത്രങ്ങളുടെ, മാധ്യമങ്ങളുടെ, മീഡിയയുടെ മുന്നിൽ ഞങ്ങൾ കൈകോർത്ത് നിന്നത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. പക്ഷേ ആ വ്യവസ്ഥകളെ തൊട്ടടുത്ത ദിവസം തന്നെ വ്യവസ്ഥകൾ ഓരോന്നായി അട്ടിമറിക്കപ്പെട്ടു. അപ്പോൾ ഞങ്ങൾക്ക് ബോധ്യമായി, മുസ്ലിം ലീഗിൻ്റെ സ്വാധീനത്തിന് വിധേയമായി ഈ പാർട്ടിയിൽ ഒരിക്കലും ഐക്യമുണ്ടാകരുത് എന്ന് ചില ആളുകൾ ആഗ്രഹിക്കുന്നുണ്ട്. മറ്റാരുമല്ല,
ഈ പറയുന്ന വ്യക്തികൾ തന്നെയാണ്. അവർ മുസ്ലിം ലീഗിൻ്റെ കോടാലി കൈകളാണ് എന്ന് ഞങ്ങൾ അന്നേ പറഞ്ഞതാണ്. പക്ഷേ അതൊരാരോപണം മാത്രമായിട്ടാണ് പലരും കണ്ടത്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അവരുടെ കൂടെയുള്ള ആളുകൾ തന്നെ ഈ അവിശുദ്ധമായ ആത്മബന്ധവുമായി മുന്നോട്ട് പോകാൻ സാധ്യമല്ലെന്ന് പറഞ്ഞുകൊണ്ട് പാർട്ടിയിൽ നിന്ന് രാജിവെക്കുന്ന അവസ്ഥ പോലും ഉണ്ടായി. ഇപ്പോൾ ഇത് വെളിപ്പെട്ടു, ഒന്നുകൂടി വെളിപ്പെട്ടു. അത്രയും ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളൂ. വെറുതെ ഞങ്ങളെ ഇതിൻ്റെ കാരണക്കാരാക്കി രക്ഷപ്പെടരുത് എന്ന് ഞങ്ങൾക്ക് പറയാനുള്ളൂ. അഹമ്മദ് ദേവർകോവിലും സലാമും തമ്മിലുള്ള ബന്ധം എന്തോ ആയിക്കൊള്ളട്ടെ, ആ ബന്ധത്തിൻ്റെ ഊഷ്മളതയിലൊന്നും ഞങ്ങൾ ഇടപെടുന്നില്ല, ഞങ്ങൾക്കതിൽ താല്പര്യമില്ല.